ഹായ്, ഇന്നൊരു തട്ടിക്കൂട്ട് പനീർ ബട്ടർ മസാല ആണ് ട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന്. ഒരു സവാള നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് അരിയാം. 2 തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മിൽക്കി മിസ്റ്റിന്റെ ബട്ടർ നമുക്ക് യൂസ് ചെയ്യാം. പാൻ ചൂടായ ശേഷം നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പാണ് ട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അതിനുശേഷം തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി പൗഡേഴ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവയാണ് ട്ടോ ചേർക്കുന്നത്. പനീർ ബട്ടർ മസാലയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ട്ടോ കാഷ്യൂ നട്ട്സ്. അപ്പോൾ അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് നമുക്കൊരു പാനിലേക്ക് മാറ്റാം. വീണ്ടും നമുക്കൊരു ബട്ടർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പനീർ ബട്ടർ മസാലക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് കസ്തൂരി മേത്തി. അപ്പൊ നമുക്ക് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിയിലേക്ക് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. പനീർ ബട്ടർ മസാല നമ്മൾ ഫ്രഷ് ക്രീം ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചീസ് നമുക്ക് ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അമൂലിന്റെ 200 ഗ്രാം വരുന്ന പനീറാണ് ഞാനിവിടെ എടുക്കുന്നത്. ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ തട്ടിക്കൂട്ട് പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ചീസിന്റെ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.